ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് മോഡൽ ലാബ് വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ലാബ് 25 കണ്ടിന്യൂറ്റി എന്ന ലാബിൻ്റെ 4 വ്യത്യസ്ത വെർഷനിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസറുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചതും ഈ വർഷം ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ഏതാനും ചോദ്യങ്ങൾ. ഈ ജനുവരി മാസം പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും എല്ലാ മാത്തമാറ്റിക്സിൻ്റെ ആശംസകൾ. നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ലാബ് 25 കണ്ടിന്യൂറ്റി, അതിലെ ആദ്യത്തെ വെർഷൻ ക്വസ്റ്റ്യൻ AA. ഈ ലാബിൽ 10 മാർക്കിൻ്റെ ചോദ്യമാണ് ഉണ്ടായിരിക്കുക. അതിൽ നിന്ന് ഒരു കുട്ടിക്ക് പരമാവധി ലഭിക്കുക 8 സ്കോർ. അതിലെ ആദ്യ ചോദ്യം: യൂസിങ് ദ ഇൻപുട്ട് കമാൻഡ് ഗിവൺ ബിലോ ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f of x ആൻഡ് discuss its continuity at x equal to 1. If discontinuous, write the reason for discontinuity. ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ച് കണ്ടിന്യൂസ് ആണോ എന്ന് പരിശോധിക്കുക. ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ കാരണവും എഴുതേണ്ടതുണ്ട്. ഇതിനാണ് 2 മാർക്ക്. അതിനുവേണ്ടി പുതിയൊരു ജിയോജിബ്ര വിൻഡോ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഒന്നുകിൽ ഡയറക്റ്റായിട്ട് ഇൻപുട്ട് ബാറിൽ ഈ ഫംഗ്ഷൻ എൻ്റർ ചെയ്താൽ മതി, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ഉപയോഗിച്ചാലും മതി. പുതിയൊരു വിൻഡോയിൽ Ctrl+C ദെൻ Ctrl+V എൻ്റർ ചെയ്യുന്നു. ഈ എൻ്റർ ചെയ്യുമ്പോൾ ഇതേ വാല്യൂ തന്നെയാണോ, ഉദ്ദേശിച്ച ഫംഗ്ഷൻ തന്നെയാണോ ഓൾജിബ്രൈക്ക് വ്യൂവിൽ വന്നിരിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം. x² x <= 1, 2x + 1 x greater than 1. x² x <= 1, 2x + 1 x greater than 1. ഉദ്ദേശിച്ച ഫംഗ്ഷൻ തന്നെയാണ് എത്തിയിട്ടുള്ളത്. ഇനി ഇതിൽ കാണാനുള്ളത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് പരിശോധിക്കാനാണ്. കഴിഞ്ഞ ലിമിറ്റ് ചെയ്ത പോലെ തന്നെ 1 എന്ന പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് 1 ആണ്. 1 എന്ന പോയിൻറ്റിൻ്റെ റൈറ്റ് ലിമിറ്റും 3 ആണ്. ഇവിടെ ഓൾജിബ്രൈക്ക് വ്യൂ നോക്കുമ്പോൾ x² x <= 1, ലെഫ്റ്റ് ലിമിറ്റും 1 ആണ്, ഫംഗ്ഷൻ്റെ വാല്യൂയും 1 ആണ്. എന്നാൽ റൈറ്റ് ലിമിറ്റ് 3 ആണെന്ന് കാണാം. 3 വാല്യൂയും ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് മാറുന്നത്. അതായത് 1 എന്ന പോയിൻറ്റിലെ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ 1 എന്ന പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് ലിമിറ്റും 1 എന്ന പോയിൻറ്റിൻ്റെ റൈറ്റ് ലിമിറ്റും 1 എന്ന പോയിൻറ്റിലെ വാല്യൂയും 3 വാല്യൂയും ഈക്വൽ ആകുമ്പോഴാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയി മാറുന്നത്. അതായത് ലിമിറ്റ് x ടെൻസ് ടു 1 f of x ഈക്വൽ ടു f of 1 ആയി മാറുമ്പോഴാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയി മാറുന്നത് എന്നർത്ഥം. ഇവിടെ ലെഫ്റ്റ് ലിമിറ്റ് 1 ആണ്, റൈറ്റ് ലിമിറ്റ് 3 ആണ്. അതുകൊണ്ട് ഈക്വൽ അല്ല, ഡിസ്കണ്ടിന്യൂസ് ആണ് എന്നതാണ് ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ലാബ് 25 കണ്ടിന്യൂറ്റി എന്ന് ഹെഡിങ് കൊടുത്തതിന് ശേഷം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ലിമിറ്റ് x ടെൻസ് ടു 1 - f of x ഈക്വൽ ടു 1, ലിമിറ്റ് x ടെൻസ് ടു 1 + f of x ഈക്വൽ ടു 3. അതായത് ലെഫ്റ്റ് ലിമിറ്റ് 1 ആണ്, റൈറ്റ് ലിമിറ്റ് 3 ആണ്. രണ്ടും ഈക്വൽ അല്ല, അതുകൊണ്ട് ഡിസ്കണ്ടിന്യൂസ് ആണ്. കാരണം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഇത്ര എഴുതുന്നതോടെ ആദ്യ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ക്രിയേറ്റ് എ സ്ലൈഡർ കെ വിത്ത് ഇൻക്രിമെൻറ്റ് 0.1. ഒന്നുകിൽ പുതിയൊരു വിൻഡോ എടുക്കാം, അല്ലെങ്കിൽ പഴയത് ഡിലീറ്റ് ചെയ്താലും മതി. കെ എന്ന ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. പഴയ ഫിഗർ ഒഴിവാക്കാം. കെ എന്ന ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ നമ്പർ സ്ലൈഡർ, ആംഗിൾ സ്ലൈഡർ, ഇൻറ്റീജർ സ്ലൈഡർ 3 സ്ലൈഡറാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതിൽ നമ്പർ സ്ലൈഡർ ഡീഫാൾട്ടായിട്ട് എ ആണ് വരിക. ഇവിടെ പറഞ്ഞിരിക്കുന്നു കെ ആക്കണം എന്ന്. ഇനി ഇൻക്രിമെൻറ്റ് ഒന്നുകിൽ 0.01 കൊടുക്കാം, അല്ലെങ്കിൽ 0.1 കൊടുക്കാം. ഇനി അടുത്തത് പറയുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ നാം വീണ്ടും കോപ്പി പേസ്റ്റ് Ctrl+C ദെൻ Ctrl+V, ഇൻപുട്ട് ബാറിൽ Ctrl+V എൻ്റർ ചെയ്യുന്നു. നേരത്തെ ചെയ്ത പോലെ തന്നെ ഓൾജിബ്രൈക്ക് വ്യൂ ഒന്ന് പരിശോധിക്കാം. kx + 2, കെയുടെ വാല്യൂ ഇവിടെ ഡീഫാൾട്ടായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ച് k 1 ആണ്, അതുകൊണ്ടാണ് 1x + 2 വന്നിരിക്കുന്നത്. ഇനി കെയുടെ വാല്യൂ മാറ്റം വരുത്തിയതിന് ശേഷം, അതായത് ഈ 2 ഭാഗങ്ങളും ചേർക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നീക്കാം.
ഇതാ കെയുടെ വാല്യൂ ചെറുതായിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് ടച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഏത് സമയത്താണ് കംപ്ലീറ്റ് ആയിട്ട് ശരിയാവുന്നത് ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഏതാണ്ട് ശരിയാണെന്ന് തോന്നാം. നമുക്കിതൊന്ന് കെയുടെ വാല്യൂ 0 കൊടുക്കുമ്പോഴാണ് 0x+2, അതായത് എക്സിന് 3 കൊടുക്കുമ്പോൾ 0 × 3 3 പ്ലസ് 0 × 3 0 + 2 2 എന്ന വാല്യൂ. ഇവിടെ അത് 3 കൊടുത്താൽ 3 × 2 6 - 4 രണ്ടും 2 ആണ്. അതായത് ഇപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഈ സമയത്തുള്ള കെയുടെ വാല്യൂ ആണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് 2 എന്ന ക്വസ്റ്റ്യൻ നമ്പർ എഴുതിയതിന് ശേഷം കുട്ടികൾ ചെയ്യേണ്ടത് k = 0. k = 0 എന്നതാണ് എഴുതേണ്ടത്. ദെൻ മൂന്നാമത്തെ ചോദ്യം. ഇവിടെ 2 സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അവിടെ മിനിമം -10 മാക്സിമം 10 ആണ് കൊടുക്കേണ്ടത്. എ ബി 2 സ്ലൈഡറും കൂടി കണക്കാക്കേണ്ടതുണ്ട്. 2 സ്ലൈഡർ. അപ്പോൾ അതിനുവേണ്ടി പഴയ സ്ലൈഡർ അവിടെ കിടന്നോട്ടെ, വ്യത്യാസമില്ല. നമുക്ക് എ എന്ന ഒരു സ്ലൈഡറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഡീഫാൾട്ടായിട്ട് -5 ആണ് വരിക. നമുക്കത് 10 ആക്കണം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതെ 5 എന്നുള്ളത് 10, അതായത് മിനിമം -10 മാക്സിമം 10. 0.01 കൊടുക്കാം, അല്ലെങ്കിൽ 0.1 കൊടുക്കാം. ദെൻ വീണ്ടും അടുത്ത സ്ലൈഡർ ബി ക്രിയേറ്റ് ചെയ്യുന്നു. -10, അതുപോലെ തന്നെ ഇവിടെയും +10. ഇൻക്രിമെൻറ്റ് 0.01 കൊടുക്കുന്നു. ഇത് രണ്ടും സൗകര്യപൂർവ്വം വേണ്ട സ്ഥലത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി ചെയ്യാനുള്ളത്, ഇപ്പോൾ ചെയ്തത് 2 സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു. ഇൻക്രിമെൻറ്റ് 0.1 അല്ലെങ്കിൽ 0.01 നമ്മളെ സൗകര്യം പോലെ കൊടുക്കാം. മാക്സിമം 10ഉം മിനിമം -10ഉം. നേരത്തെ ചെയ്ത അതേ രീതിയിൽ ഇതും അതെ. Ctrl+C, ദെൻ Ctrl+V. ഇപ്പോൾ ഇവിടെ കെ എന്നൊരു സ്ലൈഡർ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ആൻസറിനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ കിടന്നോട്ടെ. എയും ബിയും 2 സ്ലൈഡർ ഇവിടെ ഉണ്ട്. ഈ സ്ലൈഡറിലെ മാറ്റം വരുത്തിയതിന് ശേഷം 1 എന്ന പോയിന്റിലും 3 എന്ന പോയിന്റിലുമാണ് കണ്ടിന്യൂസ് ആക്കി മാറ്റേണ്ടത്. നമുക്കറിയാം ഈ സ്ലൈഡറിൻ്റെ പ്രത്യേകത എ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ മോഷനാണ്. അതുകൊണ്ട് അതായത് ax+b ആണ്. അപ്പോൾ ബി മാറുന്നതിനനുസരിച്ച് കോൺസ്റ്റൻറ്റിൽ വരുന്ന മാറ്റം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് എ മാറ്റം വരുത്തിയിട്ടാണ് നാം കൂടുതലായിട്ട് ഇത് കണക്റ്റ് ചെയ്യേണ്ടത് എന്ന് ചുരുക്കം. നമുക്കിവിടെ എയുടെ വാല്യൂ എന്ത് കൊടുക്കുമ്പോഴാണ് എന്ന് നോക്കാം. അതായത് ax+bയിൽ എക്സിന് 1 കൊടുക്കുമ്പോൾ 1 എന്ന് കിട്ടണം, എക്സിന് 3 കൊടുക്കുമ്പോൾ 5ഉം കിട്ടണം. ഇത് രണ്ടും ഒരേ സമയം എപ്പോഴാണ് സാധ്യമാകുന്നത്? ഇതാണ് നാം ഇവിടെ പരിശോധിക്കുന്നത്. നമുക്ക് എ എന്നുള്ളതിനെ ഒന്ന് മാറ്റം വരുത്തി നോക്കാം. എ ഒന്ന് 2ലേക്ക് ഒന്ന് മാറ്റി നോക്കാം. എന്താണ് സംഭവിക്കുന്നത്? ഒരെണ്ണം ഒന്ന് മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എയുടെ വാല്യൂ 2 ആക്കി. ഇനി ഈ സമയത്ത് ബി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചെറിയൊരു മാറ്റമേ ബി കൊണ്ട് സാധിക്കുള്ളൂ, ഒരു വെർട്ടിക്കൽ മോഷൻ. ഇപ്പോൾ ബി ഒന്ന് മാറ്റുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ബി നമുക്ക് കുറയ്ക്കുകയാണ് വേണ്ടത്. നേരെ ഒന്ന് താഴേക്ക് മാറ്റുക. ഇപ്പോൾ ഇതാ ബിയുടെ വാല്യൂ -1ഉം എയുടെ വാല്യൂ 2 കൊടുക്കുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആയി. ഇനി ഇത് ശരിയാണോ എന്ന് പരിശോധിക്കാം. അതായത് എക്സിന് 1 കൊടുത്താൽ 2 × 1 2, 2 - 1 1. 1 എന്ന ഈ ഭാഗത്ത് രണ്ടും ഈക്വലായിട്ട് 1 വന്നു. ഇനി എക്സിന് 3 കൊടുത്താൽ 3 × 2 6, 6 - 1 5, ഇവിടെയും 5. അതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് ഒന്നും കൂടി ഉറപ്പുവരുത്താൻ സാധിക്കും. ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ a = 2 b = -1 എന്ന രൂപത്തിൽ ഈ ഫംഗ്ഷനെ 1 എന്ന പോയിന്റിലും 3 എന്ന പോയിന്റിലും കൂടി കണ്ടിന്യൂസ് ആക്കാം. അല്ലാത്ത എല്ലാ ഇടങ്ങളിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ആദ്യമേ ഈ 2 പോയിന്റിൽ മാത്രമേ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ളൂ. ശ്രദ്ധിക്കേണ്ടത് ബി എന്ന പോയിന്റ് വെർട്ടിക്കൽ മോഷന് വേണ്ടി മാത്രമുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ പ്രകാരം. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് എഴുതേണ്ടത് a = 2 b = -1. a = 2 b = -1. a = 2 b = -1. ദെൻ രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് a ആൻഡ് b സോ ദാറ്റ്
എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് 1 ആൻഡ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് 3. 1-ൽ കണ്ടിന്യൂസ് ആവണം, 3 എന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസും ആകണം. അതിനുവേണ്ടി ചെയ്യേണ്ടത് നമുക്കറിയാം, ബി എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ മോഷനാണ്. ബി മാറ്റം വരുത്തിയാൽ രണ്ട് ഭാഗവും ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് മാറും എന്ന് നമുക്കൊന്ന് നോക്കാം. ഉണ്ടോ, രണ്ട് ഭാഗത്തും ഡിസ്കണ്ടിന്യൂസ് ആയി. എന്നാൽ അത് എ ഒന്ന് ചെറിയൊരു മാറ്റം വരുത്തിയാൽ എന്ന് പറഞ്ഞാൽ എ ഒന്ന് ചെറുതാക്കാം. നമുക്ക് എ ചെറുതാക്കുമ്പോൾ വരുന്ന മാറ്റം ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ എയുടെ വാല്യൂ 1 ആക്കി. എയുടെ വാല്യൂ 1 ആക്കിയതിന് ശേഷം നമുക്ക് ബി എന്ന സ്ലൈഡർ ഉപയോഗിച്ച് 1 എന്ന പോയിന്റിൽ അത് കോയിൻസൈഡ് ചെയ്യിക്കാം. ഇപ്പോൾ ബി എന്ന പോയിന്റിൽ കോയിൻസൈഡ് ചെയ്യുമ്പോൾ, അതായത് ഇതാ ബിയുടെ വാല്യൂ 0 വന്നാൽ വീണ്ടും ഓൾജിബ്രൈക്ക് വ്യൂ ഒന്ന് നോക്കാം. 3 കൊടുക്കുമ്പോൾ 3 എന്ന പോയിന്റിൽ ഒരിക്കലും അത് കണ്ടിന്യൂസ് അല്ല, എന്നാൽ 1 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് താനും. അപ്പോൾ ഇതാ ഈ ഭാഗത്ത് കണ്ടിന്യൂസ് ആയി, ഈ ഭാഗത്ത് കണ്ടിന്യൂസ് ആയില്ല. അതായത് എയുടെ വാല്യൂ 1, ബി ഈക്വൽ ടു 0 എന്ന സമയത്ത് 1 എന്ന പോയിന്റിൽ കണ്ടിന്യൂസുമാണ്, 3 എന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസുമാണ്. ഇനി ഇതിൽ അടുത്ത പാർട്ട് വരുന്നത് 1 എന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസും 3 എന്ന പോയിന്റിൽ കണ്ടിന്യൂസുമാണ്. അത് ഇതിന് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് എയിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തണ്ട. ബി എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വെർട്ടിക്കൽ മോഷനായിട്ടുള്ളതാണ്. ബിയിൽ മാറ്റം വരുത്തിയിട്ട്, അതായത് ബി വർദ്ധിപ്പിച്ചുകൊണ്ട് അത് 3 എന്ന പോയിന്റിലൂടെ നീക്കി, അതായത് 3, 5 എന്ന പോയിന്റിൽ വെച്ച് കോയിൻസൈഡ് ചെയ്യിക്കുന്നു. അതായത് ബിയുടെ വാല്യൂ 2 വരുന്ന സമയത്ത് എയുടെ വാല്യൂ 1 വരുന്ന സമയത്തും 1 എന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസുമാണ്, 3 എന്ന പോയിന്റിൽ കണ്ടിന്യൂസുമാണ് എന്ന് നമുക്ക് കാണാം. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലാബാണ് കണ്ടിന്യൂറ്റി. ഇതിലെ ആദ്യ വെർഷനാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. നമുക്കിനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പുതിയൊരു വിൻഡോ എടുത്തതിൻ്റെ ശേഷം ഇത് കോപ്പി പേസ്റ്റ്. ഇഫ് മുതൽ വരെയുള്ളതാണ് കോപ്പി ചെയ്യേണ്ടത്. Ctrl+C, ദെൻ Ctrl+V. അതിനുവേണ്ടി ബാക്കി പഴയ ഫിഗർ ഡിലീറ്റ് ചെയ്യുന്നു. Ctrl+V. എൻ്റർ ചെയ്യുമ്പോൾ പുതിയ നമ്മൾ കർവ് ലഭിച്ചു. ആദ്യ ചോദ്യത്തിൽ പറയുന്നത് 1 എന്ന പോയിന്റിലെ കണ്ടിന്യൂറ്റിയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. എന്താണ്, കണ്ടിന്യൂസ് ആണോ അല്ലയോ, അല്ലെങ്കിൽ എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. നേരത്തെ ചെയ്ത അതേ രീതിയിൽ നമുക്കറിയാം 1 എന്ന പോയിന്റിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് 2 ആണ്, റൈറ്റ് ലിമിറ്റ് 1 ആണ്. രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നാൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല. ലെഫ്റ്റ് ലിമിറ്റ് 2 ആണ്, റൈറ്റ് ലിമിറ്റ് 1 ആണ്. കൂടാതെ ഫംഗ്ഷൻ്റെ വാല്യൂയും 2 തന്നെയാണ്. മൂന്നും ഈക്വൽ ആകുമ്പോൾ മാത്രമാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുന്നത്. അതായത് 1 എന്ന പോയിന്റിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ ലിമിറ്റ് x ടെൻസ് ടു 1 f ഓഫ് x ഈക്വൽ ടു f ഓഫ് 1. ഈ മൂന്ന് വാല്യൂം ഈക്വൽ ആകുമ്പോഴാണ് 1 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുന്നത്. അപ്പോൾ ഈ സമയത്ത് നാം എഴുതേണ്ട ആൻസർ ലിമിറ്റ് x ടെൻസ് ടു 1 മൈനസ് f ഓഫ് x ഈക്വൽ ടു 2, ലിമിറ്റ് x ടെൻസ് ടു 1 പ്ലസ് f ഓഫ് x ഈക്വൽ ടു 1. അതുകൊണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ലെഫ്റ്റ് ലിമിറ്റ് 2 ആണ്, റൈറ്റ് ലിമിറ്റ് 1 ആണ്, ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇതാണ് ആദ്യ ഭാഗം വരുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൽ കെ എന്ന സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തതുകൊണ്ട് തൽക്കാലം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇഫ് മുതലുള്ളത് കോപ്പി പേസ്റ്റ്. പഴയ ഫംഗ്ഷൻ ഡിലീറ്റ് ചെയ്യുന്നു. Ctrl+C, ദെൻ Ctrl+V. ഇനി ഇതിനനുസരിച്ച് നാം ചെയ്യേണ്ടത് ഫംഗ്ഷൻ്റെ കെയുടെ വാല്യൂ കാണലാണ് ഇവിടെ ചെയ്യുന്നത്. കെയുടെ വാല്യൂ കെയുടെ വാല്യൂ ഏത് സമയത്താണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുന്നത് എന്ന് നമുക്ക് നോക്കാം. കെ ഒന്ന് മാറ്റുന്നു. ഇതാ കെയുടെ വാല്യൂ. ഇതാ കെയുടെ വാല്യൂ 2 വരുമ്പോഴാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയി മാറിയത്. അതായത് എക്സിന് 2 കൊടുത്താൽ 2 × 2 4, എക്സ് പ്ലസ് 2 അതും 4 ആണ്. അപ്പോൾ ഇവിടെ ആൻസർ എഴുതേണ്ടത് കെ ഈക്വൽ ടു 2 എന്ന് മാത്രമാണ് എഴുതാനുള്ളത്. കെ ഈക്വൽ ടു 2. ദെൻ അടുത്ത പാർട്ടിൽ ചെയ്യാനുള്ളത് എ ബി 2
സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. മാക്സിമം -10, മാക്സിമം 10, മിനിമം -10. ഈ ഫംഗ്ഷൻ ഒന്ന് കോപ്പി ചെയ്യുന്നു. ഇഫ് മുതലുള്ളത് Ctrl+C, then Ctrl+V. എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ഫംഗ്ഷൻ ഇതാണ്. അതായത് f(x) = 3 ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ax പ്ലസ് b x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, 1x ഗ്രേറ്റർ ദാൻ 3. ഇതാണ് കിട്ടിയ ഫംഗ്ഷൻ. അതായത് എക്സിന് 1 കൊടുക്കുമ്പോൾ 3യും 3 കൊടുക്കുമ്പോൾ 1ഉം ലഭിക്കണം. അതിനനുസരിച്ച് ax പ്ലസ് bയെ ക്രമീകരിക്കേണ്ടതുണ്ട്. ഇതാണ് നാം ഇവിടെ ചെയ്യേണ്ട കാര്യം. നമുക്കതിന് വേണ്ടിയിട്ട് a ഒന്ന് നേരത്തെ അതേ രീതിയിൽ തന്നെ b എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന പോലെ വെർട്ടിക്കൽ മോഷനാണ്. അപ്പോൾ അതുകൊണ്ട് എയിലാണ് നാം കൂടുതൽ മാറ്റം വരുത്താനുള്ളത്. എയുടെ വാല്യൂ ഒന്ന് മാറ്റം വരുത്തി നോക്കാം. എ ഒന്ന് കുറച്ച് നോക്കാം. കാരണം എ വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഷേപ്പ് മാറുകയാണ്. ഇതേ രീതിയിലുള്ള ഒരു കർവ് വെച്ച് ബിയിൽ മാറ്റം വരുത്തിയിട്ട് നമുക്കതിനെ കണക്റ്റ് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് എ ഒന്ന് നെഗറ്റീവ് ആകുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഷേപ്പ് മാറി വരുന്നതായിട്ട് നമുക്ക് കാണാം. എയുടെ വാല്യൂ നെഗറ്റീവ് ആകുന്നതോടെ ആ കർവ് ഒരു പ്രത്യേക രീതിയിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് കാണാം. എയുടെ വാല്യൂ ഒന്ന് -1 വരുമ്പോൾ എന്താണെന്ന് നോക്കാം. എയുടെ വാല്യൂ -1. ഇനി ബി കണക്റ്റ് ചെയ്തുകൊണ്ട് ചേർക്കാൻ പറ്റുമോ എന്നൊന്ന് പരിശോധിക്കാം. വെറും ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ മാത്രമാണ് ഇത് സാധ്യമാകുന്നത്. എയ്ക്കും ബിക്കും വാല്യൂ കൊടുത്തുകൊണ്ട് കണ്ടിന്യൂസ് ആക്കുന്നു. ഇപ്പോൾ ഇതാ എയുടെ വാല്യൂ -1, ബിയുടെ വാല്യൂ 4 വരുന്ന സമയത്ത് ഫംഗ്ഷൻ 1 എന്ന പോയിന്റിലും 3 എന്ന പോയിന്റിലും കൂടി കണ്ടിന്യൂസ് ആയി എന്ന് കാണാം. അതായത് ഇവിടെ എക്സിന് ലെസ് ദാൻ 1 കൊടുക്കുമ്പോൾ 3 ആണ്. എക്സിന് 3 കൊടുത്താൽ 3 + 4 -1, -3 + 4 + 1 ലഭിച്ചു. അതായത് കൃത്യമായിട്ട് എക്സിന് 1 കൊടുത്താൽ അപ്പോൾ 3യും ലഭിച്ചു. എല്ലായിടത്തും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് ഓൾജിബ്രൈക്ക് വ്യൂ മുഖേന നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് a = -1, b = 4. a = -1, b = 4. ദെൻ അടുത്ത പാർട്ട് വരുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് a ആൻഡ് b സോ ദാറ്റ് f ഈസ് കണ്ടിന്യൂസ് അറ്റ് 1 ആൻഡ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് 3. 1ൽ കണ്ടിന്യൂസ് ആക്കണം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എയിൽ മാറ്റം വരുത്തിക്കൊണ്ട് മാത്രമേ നമുക്കതിനെ ചെയ്യാൻ സാധിക്കുള്ളൂ. ബി എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വെർട്ടിക്കൽ മോഷന് വേണ്ടിയുള്ളതാണ് ബി. അപ്പോൾ നമുക്ക് എയിൽ ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്താം. എയിൽ മാറ്റം വരുത്താം. എ എന്നുള്ളതിനെ ഒരു -2ഓ -3ഓ ആക്കാം മാറ്റാം. എ -2 ആക്കാം. എ -2 ആക്കുമ്പോൾ എന്നിട്ടത് ബിയിൽ മാറ്റം വരുത്തിക്കൊണ്ടൊന്ന് ചേർക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതാ എയുടെ വാല്യൂ -2, ബിയുടെ വാല്യൂ 5 വന്നാൽ ഫംഗ്ഷൻ 1 എന്ന പോയിന്റിൽ കണ്ടിന്യൂസുമായി 3 എന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസുമായി. ഇത് ശരിയാണോ എന്ന് ഓൾജിബ്രൈക്ക് വ്യൂവിൽ നേരത്തെ അതേ രീതിയിൽ പരിശോധിക്കാവുന്നതേ ഉള്ളൂ. അതായത് ഇവിടെ 3 കിട്ടുമ്പോൾ ഇതാ 3 എക്സിന് 1 കൊടുത്താൽ 3 × 2 -6 + 5, അതായത് +-1 എന്ന് ലഭിച്ചു. എക്സിന് 3 കൊടുത്താൽ അപ്പോഴും ഇതേ വാല്യൂ കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുന്നതായിട്ട് കാണാം. അതായത് എക്സിന് 1 കൊടുത്താൽ -2 + 5, 3 എന്ന് ലഭിച്ചതായിട്ട് കാണാം. അതുപോലെ തന്നെയാണ് 3 കൊടുക്കുമ്പോഴും ഇതേ ആൻസർ ലഭിക്കുന്നു. ഇനി ഇതേ ആൻസർ ഈ സമയത്ത് 1ൽ മാത്രമേ ശരിയാകുള്ളൂ. ഇനി അടുത്തൊരു ചെറിയ മാറ്റത്തോടെ ഇത് നമുക്ക് 3ൽ കണക്ട് ചെയ്യാം. 3ൽ കണക്ട് ചെയ്യുമ്പോൾ ഇതാ 7. a = -2, b = 7. ഇപ്പോൾ 3 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആയി, എന്നാൽ 1 എന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആയി. അതും അതെ 3 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ എന്ന് പരിശോധിക്കാം. ഇതാ 3 × 2 -6 + 7 എന്ന് പറഞ്ഞാൽ 1. ഇവിടെയും 1 തന്നെയാണ്. എന്നാൽ ഇവിടെ ഈക്വൽ അല്ല എന്നും കാണാം. അതായത് ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് a = -2, b = 7. a = -2, b = 7. ഒരു ഭാഗം കണ്ടിന്യൂസ് ആണെങ്കിൽ മറ്റൊരു ഭാഗം കണ്ടിന്യൂസ് അല്ലാതെയാക്കാൻ വളരെ എളുപ്പമാണ്. നേരത്തെ 1 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആകുകയും
3 എന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആകുമ്പോഴും ചെയ്യുമ്പോഴുള്ള വാല്യൂ a ഈക്വൽ ടു -2 b ഈക്വൽ ടു 5. a ഈക്വൽ ടു -2 b ഈക്വൽ ടു 5. ഇതാണ് രണ്ടാമത്തെ ലാബിലും വരുന്ന ചോദ്യം. ഇനി ഇതേ രീതിയിലുള്ള മറ്റൊന്നാണ് മൂന്നാമത്തെ. നമുക്ക് അതൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് പുതിയൊരു വിൻഡോ എടുക്കുന്നു. അതിൽ ഇതേ രീതിയിൽ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. പഴയ സ്ലൈഡർ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അതവിടെ രണ്ടാമത് ചെയ്യാതിരിക്കാൻ കാരണം. Ctrl+C then Ctrl+V. മുൻപത്തെ ചോദ്യം പോലെ തന്നെ ലെഫ്റ്റ് ലിമിറ്റ് -1 ആണ്, റൈറ്റ് ലിമിറ്റ് 2 ആണ്. ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്, ആ കാര്യം എഴുതാം ആൻസറായിട്ട്. ലെഫ്റ്റ് ലിമിറ്റ് -1 ആണ്, റൈറ്റ് ലിമിറ്റ് 2 ആണ്, ഈക്വൽ അല്ല, ഡിസ്കണ്ടിന്യൂസ് ആണ്. വെരി ക്ലിയർ. ദെൻ രണ്ടാമത്തെ ചോദ്യം, കെ എന്ന സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തതുണ്ട്. ഇഫ് മുതൽ കോപ്പി പേസ്റ്റ്, Ctrl+C then Ctrl+V. കെയുടെ ഏത് സമയത്ത് കെയുടെ വാല്യൂ എന്ത് കൊടുക്കുമ്പോഴാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുന്നത് എന്ന് നോക്കാം. അതായത് ഈ രണ്ട് എൻഡും ചേർക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത്. ആ സമയത്ത് ഇതാ ഒന്ന് മറ്റൊന്നിനോട് ചേരുന്നതായിട്ട് കാണാം. കൃത്യം വാല്യൂവിന് മാത്രമേ കണ്ടിന്യൂസ് ആകുന്നുള്ളൂ. അത്തരം ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്താറുള്ളത്. ഇപ്പോൾ ഇതാ 3 × 3 - 4, അതേപോലെ തന്നെ 3 × 2 - 1, രണ്ടും കൃത്യമായ വാല്യൂ ആണ്. രണ്ടും 5 ആണെന്ന് കാണാം. 3 × 2 6ൽ നിന്ന് 1 കുറച്ചാൽ 5. അതേപോലെ തന്നെ ഇവിടെയും 3 × 3 9 - 4 5, രണ്ടും 5 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് k ഈക്വൽ ടു 3. ദെൻ അടുത്ത പാർട്ടിലും ഇതേ രീതിയിൽ തന്നെ ഈ ഫംഗ്ഷൻ ഡിലീറ്റ് ചെയ്യുന്നു. അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഇതാണ്. if മുതലുള്ളത് Ctrl+C then Ctrl+V. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ? ഇത് ഡയറക്റ്റായിട്ട് ഇപ്പോൾ തന്നെ a ഈക്വൽ ടു -2 b ഈക്വൽ ടു 5 ഇവിടെ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മാറുകയാണ് ഉണ്ടായത്. അത് തികച്ചും യാദൃശ്ചികമാണ് എന്ന് മാത്രം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ എയും ബിയും അതുപോലെ ഇവിടെ വന്നതുകൊണ്ടാണ് അങ്ങനെ ഡയറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയി മാറിയത്. ഇവിടെ ആൻസറായിട്ട് എഴുതേണ്ടത് -25. ദെൻ അടുത്തത് വീണ്ടും 1 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആകണം, 3 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആകരുത്. ചെറിയൊരു മാറ്റങ്ങൾ എക്ക് വരുത്തി നോക്കാം. ഇപ്പോൾ എ ഒരു ചെറിയ മാറ്റമാണ് വരുത്തേണ്ടത്. എ മാറ്റം വരുത്താം. എന്താ, എ ഒരു -3 എത്തിക്കുകയാണ് ചെയ്തത്. എ -3 എത്തിച്ചു. ഇനി ബി അതിനനുസരിച്ച് രണ്ടും കൂടി ഒന്ന് ചേർത്തിയാൽ മതിയായിരിക്കും. അപ്പോൾ ഇത് ഒരു ആൻസറാണ്. -3 6 എന്നുള്ളത് ഒരു ആൻസറാണ്. ഇനി അതിന് പകരം -1നും നമുക്കൊരു ആൻസർ കണ്ടെത്താം. എയുടെ -1 കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് എയുടെ വാല്യൂ -1, തുടർന്ന് ബി കണക്ട് ചെയ്താൽ മതി. ബി ഉപയോഗിച്ച് കണക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇതാ എയുടെ വാല്യൂ -1, ബിയുടെ വാല്യൂ 4 ആണെന്ന് തോന്നുന്നു. അതെ, 4 തന്നെയാണ്. 4 എന്ന പോയിന്റിൽ കൂടി ഒരു ആൻസർ ലഭിക്കുന്നു. ഒരേ സമയം ഒന്നിലധികം ധാരാളം ആൻസർ ഉണ്ട്. a ഈക്വൽ ടു -1, b ഈക്വൽ ടു 4 ഒരു ആൻസറാണ്. ഇനി ഇതിൽ തന്നെ 1 എന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസും 3 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആക്കണമെങ്കിൽ ഇതേ രീതിയിൽ ആ എൻഡ് 3 എന്ന പോയിന്റിലേക്ക്, അതായത് -1 3 എന്ന പോയിന്റിലേക്ക് കണക്ട് ചെയ്താൽ മതിയായിരിക്കും. ഇപ്പോൾ ഇതാ 1 എന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസും ആണ്. 3 എന്ന പോയിന്റിൽ കണ്ടിന്യൂസും ആകണമെങ്കിൽ a ഈക്വൽ ടു -1, b ഈക്വൽ ടു 2. ഇതും ആൻസറാണ്. a ഈക്വൽ ടു -1, b ഈക്വൽ ടു 2. ഇതാണ് മൂന്നാമത്തെ വെർഷൻ. ദെൻ ഇനി നാലാമത്തെ വെർഷൻ നോക്കാം. ആദ്യം f(x) if മുതലുള്ളത് കോപ്പി പേസ്റ്റ്, Ctrl+C, ദെൻ പഴയത് ഡിലീറ്റ് ചെയ്യുന്നു, Ctrl+V. ഈ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് 0 ആണെന്നും റൈറ്റ് ലിമിറ്റ് 3 ആണ് എന്നും രണ്ടും ഈക്വൽ അല്ല. അതുകൊണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്
ലെഫ്റ്റ് ലിമിറ്റ് 0 ആണ്, റൈറ്റ് ലിമിറ്റ് 3 ആണ്, ഈക്വൽ അല്ല, അതുകൊണ്ട് ഡിസ്കണ്ടിന്യൂസ് ആണ്. ദെൻ ഇനി അതിലെ രണ്ടാമത്തെ ഭാഗം കെ എന്ന സ്ലൈഡർ നേരത്തെ ക്രിയേറ്റ് ചെയ്തതാണ്, അതുകൊണ്ടാണ് രണ്ടാമത് ഇവിടെ ക്രിയേറ്റ് ചെയ്യാത്തത്. കൺട്രോൾ സി ദെൻ കൺട്രോൾ വി. ഈ ഫംഗ്ഷൻ എയ്ക്കും ബിക്കും മാറ്റം വരുത്തിക്കൊണ്ട് കെ എന്നതിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫംഗ്ഷനെ കണ്ടിന്യൂസ് ആക്കുകയാണ് നാം ചെയ്യുന്നത്. അപ്പം അങ്ങനെ കെയുടെ വാല്യൂ ഒന്ന് മാറ്റം നോക്കാം. കെയുടെ വാല്യൂ കെ കൂടുമ്പോൾ അകന്നു പോവുകയാണ്, അപ്പോൾ അതുകൊണ്ട് കെയുടെ വാല്യൂ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കെയുടെ വാല്യൂ എപ്പോഴാണ് ശരിയാവുന്നതെന്ന് നോക്കാം. കെയുടെ വാല്യൂ 1 വരുമ്പോഴാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയി മാറുന്നത്. അതായത് എക്സിന് 2 കൊടുത്താൽ 2 + 2 4, 2 × 2 4, രണ്ടും 2 4 എന്ന പോയിന്റിൽ എന്ന കോർഡിനേറ്റ്സിൽ കണ്ടിന്യൂസ് ആണ്. അതായത് 2 എന്ന പോയിന്റിൻ്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും f(2) ഈക്വൽ ആണ്, അതുകൊണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആകുന്ന സമയത്തുള്ള കെയുടെ വാല്യൂ ആണ് ഇവിടെ കാണാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത് k = 1. ദെൻ ഇതിലെ അടുത്ത ചോദ്യം സ്ലൈഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്, അതുകൊണ്ടാണ് അത് ചെയ്യാതിരിക്കുന്നത്. ദെൻ ഈഫ് മുതലുള്ളത് കോപ്പി പേസ്റ്റ്. കൺട്രോൾ സി ദെൻ കൺട്രോൾ വി. ഈ ഫംഗ്ഷൻ എക്കും ax + b മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ a എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ മോഷന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെ മാറ്റം വരുത്തിയാലും കണക്റ്റ് ആവുകയില്ല. അതുകൊണ്ട് എയുടെ വാല്യൂവിൽ മാറ്റം വരുത്തുകയാണ് വേണ്ടത്. നമുക്ക് എയുടെ വാല്യൂ ഒന്ന് നെഗറ്റീവ് ആക്കി നോക്കാം. നെഗറ്റീവ് ആകുമ്പോൾ നല്ല റിവേഴ്സ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ എയുടെ വാല്യൂ പോസിറ്റീവ് ആക്കുകയാണ് നമ്മളുടെ ആവശ്യം. അപ്പോൾ എയുടെ വാല്യൂ നമുക്കൊന്ന് നോക്കാം എത്രയാണ് വേണ്ടത് എന്ന്. കുറച്ചും കൂടിയും ചെരിയേണ്ടതുണ്ട്, എന്നാലേ രണ്ടും കൂടി കണക്റ്റഡ് ആവുകയുള്ളൂ. കുറച്ചും കൂടി ലെങ്ത്ത് വർദ്ധിക്കേണ്ടതുണ്ട്. എ പോസിറ്റീവ് ആകുമ്പോൾ കുറച്ചും കൂടി ലെങ്ത്ത് കൂടുകയാണ് എന്ന് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ 2 ആകുമ്പോൾ ശരിയാകുമോ നമുക്കൊന്ന് നോക്കാം. ഇത് രണ്ടും കൂടി ചേർക്കുമ്പോൾ ബി എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ മോഷനാണ്, അപ്പോൾ അതുകൊണ്ട് ചേരുമോ നമുക്ക് നോക്കാം. എയുടെ വാല്യൂ 2, ബിയുടെ വാല്യൂ 2. ഈ സമയത്ത് രണ്ടും കണ്ടിന്യൂസ് ആണ് എന്ന് കാണാം. ഇനി ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി ഈ ഭാഗം 3 × 2 6, 6 + 3 × 2 6, 6 + 2 8 കൃത്യമാണെന്ന് കാണാം. ഇനി എക്സിന് 1 കൊടുത്താൽ 2 × 1 2, 2 + 2 4, 2 ആണ്. ഈ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണ്. അതായത് 1 എന്ന പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് ലിമിറ്റും 3 എന്ന പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണ്. 1 എന്ന പോയിൻറ്റിലും കണ്ടിന്യൂസ് ആണ്, 3 എന്ന പോയിൻറ്റിലും കണ്ടിന്യൂസ് ആണ് എന്ന് കാണാം. ഈ സമയത്തുള്ള എയുടെയും ബിയുടെയും വാല്യൂ ആണ് ഈ ലാബിൽ കാണാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആൻസർ ആയിട്ട് എഴുതാനുള്ളത് a = 2, b = 2. ഇനി ഇതിൽ അടുത്ത ചോദ്യം വരുന്നത് എയും ബിയും മാറ്റം വരുത്തിക്കൊണ്ട് 1 എന്ന പോയിന്റിൽ കണ്ടിന്യൂസും 3 എന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസും ആക്കുകയാണ് വേണ്ടത്. അതായത് എയിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. നമുക്ക് എയുടെ വാല്യൂ ഒന്ന് ചെറുതാക്കാം. എയുടെ വാല്യൂ 1 ആക്കി മാറ്റാം. എയുടെ വാല്യൂ 1 ആക്കി മാറ്റിയതിന് ശേഷം അത് 1 എന്ന പോയിന്റിൽ കണക്ട് ചെയ്താൽ മതി ബി ഉപയോഗിച്ചുകൊണ്ട്. ബി പോസിറ്റീവ് ആക്കിയാൽ രണ്ടും കൂടി കണക്റ്റ് ആവുന്നതാണ്. അപ്പോൾ ബിയുടെ വാല്യൂ 3 കൊടുത്തപ്പോൾ കണ്ടിന്യൂസ് ആയി. അതായത് 1 എന്ന പോയിന്റിൽ കണ്ടിന്യൂസുമായി 3 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് അല്ലാതിരിക്കുകയും ചെയ്തു. ഇനി 1 എന്ന പോയിന്റിൽ ശരിയാണോ എന്ന് നോക്കാൻ ഇവിടെ എക്സിന് 1 കൊടുത്താൽ 1 + 3 4, ഇവിടെയും 4 ആണ്. എന്നാൽ ഇവിടെ 3 കൊടുത്താൽ ഇവിടെ ഒരു വാല്യൂ ആണ്, ഇപ്പുറത്ത് മറ്റൊരു വാല്യൂ ആണ്. 3 + 3 6 ആണ്. ഇതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് 6 ആണ്, ഇവിടുത്തെ റൈറ്റ് ലിമിറ്റ് 8 ആണ്. ഇത് രണ്ടും ഈക്വൽ അല്ല. അതുകൊണ്ട് 1 എന്ന പോയിന്റിൽ കണ്ടിന്യൂസുമാണ്, 3 എന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസുമാണ്. ഇനി ഇതിൽ അടുത്ത പാർട്ട് വരുന്നത് 1 എന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസുമാണ്, 3 എന്ന പോയിന്റിൽ കണ്ടിന്യൂസുമാണ് എന്നാണ്. അത് ബിയിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതി. ബി ഒന്ന് വർദ്ധിപ്പിച്ചതിന് ശേഷം നേരത്തെ 3 8 എന്ന കോർഡിനേറ്റ്സിൽ വെച്ച് രണ്ടും കൂടി കണക്ട് ചെയ്യിക്കുന്നു. ഇപ്പോൾ ഇതാ 1 5 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ 1ൽ ഡിസ്കണ്ടിന്യൂസുമാണ്, 3 എന്ന പോയിന്റിൽ കണ്ടിന്യൂസുമാണെന്ന് കാണാം. അതായത് എക്സിന് 3 കൊടുത്താൽ 3 + 5 8,
ഇവിടെയും 8 ആണ്. അപ്പോൾ 3 എന്ന പോയിന്റിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഫംഗ്ഷൻ്റെ വാല്യൂം ഈക്വൽ ആണ്. അതുകൊണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. എന്നാൽ അതേസമയം എക്സിന് 1 കൊടുത്താൽ 5 + 1 ഇവിടെ 6 ആണ്, ഇപ്പുറത്ത് 4 ആണ്. 1 എന്ന പോയിന്റിൻ്റെ റൈറ്റ് ലിമിറ്റ് 6 ആണ്, ലെഫ്റ്റ് ലിമിറ്റ് 4 ആണ് എന്ന് ഫിഗറിൽ നിന്നും ഓൾജിബ്രേക്ക് വ്യൂയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് 1, 5. ഇതാണ് നമ്മുടെ ആൻസർ. A = 1, B = 5. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലാബാണ് ലാബ് 25. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ലാബാണ് ലാബ് 25. എല്ലാ വിദ്യാർത്ഥികൾക്കും പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഈ ലാബ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.